ഗൈസ്, അപ്പം ഇന്ന് ഒരു ഫ്ലഡ് വ്ളോഗാണ്. മീൻസ് നമ്മൾ കമ്പനിക്ക് പോവാണ്. ആകെ വെള്ളം, രക്ഷയില്ല. മൊത്തം എന്താ ഈ ഭാഗത്തൊക്കെ വെള്ളമാണ്. നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ. ആകെ എല്ലാ ഭാഗത്തും വെള്ളമാണ്. കാണിച്ചു തരാം. ഈ കാണുന്ന സ്ഥലം ഫുള്ള് മുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നിപ്പോൾ ബിൽഡിങ് ചുറ്റി കിടന്നാണ് പോണേ. നേരെ നല്ല ലേറ്റ് ആയിന്. അപ്പോൾ വേഗം പോകണം. ഈ ഭാഗത്തേക്കൊന്നും എല്ലാം എത്തിയിട്ടില്ല. പക്ഷെങ്കിൽ ആ ഭാഗത്ത് ഫുള്ള് വെള്ളക്കെട്ടായി മാറി. അതുപോലെ തന്നെ റോഡിലൊക്കെ മൊത്തം വെള്ളമാണ്. ഇങ്ങനെ കാണിച്ചു തരാം. പോണേക്ക് അങ്ങനെ ഓരോ സ്ഥലങ്ങളെ കാണിച്ചു തരാം. കുറേ ചുറ്റിക്കിറങ്ങിയിട്ട് വേണം കമ്പനിക്ക് എത്താൻ. സാധാരണ നാട്ടിൽ മഴ പെയ്തുണ്ടാകുന്ന അവസ്ഥ അല്ല ഇവിടെ. നാട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, വെള്ളം പോകാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മഴ പെയ്താൽ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സ്ഥലങ്ങളില്ലാത്തതുണ്ട്. ഫുള്ള് ഓടിയും കെട്ടിയിട്ട് ആകെ സീനായി കിടക്കാൻ. രാവിലെ വരും, ടാങ്കർ അടിച്ചു കൊണ്ടുപോകും, ഫുള്ള് അടിച്ച് വലിച്ചെടുത്ത് പോവും. പക്ഷെ വൈകിട്ടാകുമ്പത്തിന് അടുത്ത മഴയും. അപ്പോൾ പിന്നെ എന്താവും, ഫുള്ള് വെള്ളം മാറി. കാലത്തെ കാറ്റിൽ ചെടിച്ചട്ടിയൊക്കെ മറിഞ്ഞിട്ടില്ല. നല്ല കാറ്റും മഴ രാത്രി. അതേപോലെ സൈറണും വന്നിന് ഫോണിലൊക്കെ, മിസൈലിൻ്റെ. അവിടെയൊക്കെ നല്ല വെള്ളക്കെട്ടായി. അടിപൊളിയായിട്ട് വെള്ളം. ഗൈസ്, മൊത്തം വെള്ളത്തിൽ പോയി. ഗൈസ്, ക്യാമ്പിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. മൊത്തം വെള്ളത്തിലായി. നമ്മളെ എക്സ്പ്രസ് ഹോട്ടലൊക്കെ അരിത്തിരി മുങ്ങിപ്പോയി. ഉള്ളിലൊക്കെ വെള്ളം കയറി. ടാങ്കർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ വലിച്ചെടുക്കൽ തുടങ്ങും. ആകെ വെള്ളത്തിലാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന പള്ളീൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി ഈ കടലിൻ്റെ ഇതിലാണ് ഈ റോട്ടിക്ക് എൻ്റർ ആയത്. ഇനി പോണേക്കിലൊക്കെ ഉണ്ട്. മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ കാണിച്ചു തരാം ഓരോ ഭാഗം. നമ്മൾ നടന്ന് ഏകദേശം നമ്മളെ റൂട്ടിലെത്തി. എടുക്കണം, മൊത്തം വെള്ളത്തിലായി. പക്ഷെ ടാങ്കർ കാണാമല്ലോ കേട്ടോ. എവിടുന്നോ ഒന്ന് ഒച്ച കേൾക്കുന്നുണ്ടായി. പക്ഷെ ഇനി ടാങ്കർ കാണാമല്ലോ. ഫുള്ള് വെള്ളമാണ്, രക്ഷയില്ല. നമുക്ക് അക്കരെയാണ് നമ്മളെ കമ്പനി. നമുക്ക് ഈ റൂട്ട് പിടിച്ചാൽ ഫുള്ള് വെള്ളം കേട്ടോ. ഈ ഭാഗത്തുള്ള 2-3 കമ്പനി വെള്ളത്തിലായി. അവർക്കൊക്കെ നോഫേക്കാർ. വൈകിട്ടാകുമ്പോൾ ടാങ്കർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അടിച്ചടിച്ച് ഓൽക്കന്നെ മടുത്തു പോകുന്നുണ്ട്. കാരണം രാവിലെ തന്നെ അടിച്ചെടുത്ത് പോകും, വൈകുന്നേരം ഓവർ അടിച്ചു, രാവിലെ ആകുമ്പോൾ പിന്നെയും നേരെ. ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. നമ്മൾ ഈ റൂട്ട് പിടിക്കണമെന്ന്. അപ്പോൾ ഞാൻ കമ്പനീൻ്റെ ബാക്കിലുള്ള റോട്ടിൽ കൂടെ ചുറ്റിക്കറങ്ങി ഇവിടെ കമ്പനിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മളെ കമ്പനി. അപ്പോൾ നല്ല ലേറ്റായിന്. അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു എന്താ പറയുക ടൈമില്ല. സോ വൈകിട്ട് ബാക്കി വീഡിയോസൊക്കെ എടുക്കും. അപ്പോൾ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ചെറിയ തുള്ളിയാണ്. ഇപ്പോൾ പെയ്യാനായിട്ട് തുടങ്ങിയ ഓരോ തുള്ളിയും അടിപൊളിയായിട്ടുള്ള വലിപ്പം ഉണ്ടാവും. അങ്ങ് ദൂരെ നമ്മൾ പോരുമ്പോൾ ഉണ്ടായിരുന്ന വെള്ളം ടാങ്കർ വലിച്ചെടുക്കുന്നുണ്ട്. ആകെ മൊത്തം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇവിടെ ഒന്നും വലിയ പ്രശ്നമല്ല. ഈ കമ്പനി വെള്ളത്തിലാണ്. ഇതാണ്ടോ, ഫുള്ള് വെള്ളത്തിലാണ്. ഇത് എപ്പം ചെയ്താലും വെള്ളത്തിൽ പോകുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഇങ്ങനെ അവിടെ ഇങ്ങനെ വെള്ളം വലിച്ചെടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് റോഡ് ക്ലോസ് ആണ്. ഇതാ ഈ റൂട്ട് ഇങ്ങോട്ട് വരാനുള്ള, ആ റൂട്ടാണ് അങ്ങോട്ട് പോകാനുള്ളത്. അത് ക്ലോസ്. അവിടെ സാധാ റോട്ടിൽ കൂടെ വെള്ളം ഒഴിക്കണ മാതിരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ചാടിക്കടന്ന് ഈ റൂട്ടിലൂടെ നേരെ അങ്ങേപ്പുറം പിടിച്ചണം, അക്കരെ എത്തണം.
പിന്നെ നമുക്ക് ഇതിലങ്ങനെ പോകാം. ഇതൊക്കെ ഫുള്ള് കമ്പനികളാട്ടോ. അതുകൊണ്ടുള്ള പിന്നെ അങ്ങനെയാണല്ലോ ഗൈസ്. അപ്പം നമ്മൾ നടന്ന് ഈ ഒരു ഏരിയയിലെത്തി. ടാങ്കർ വെള്ളം വലിക്കണ അവിടെ ആ നേരെ അറ്റത്ത് കാണാനാണ് എയർപോർട്ട്. നമ്മൾ A4 പോകുന്നത്, B1. ആ സൈഡ് ബിയും ഈ സൈഡ് ആയാണ്ടോ 1, 2, 3 ടാങ്കർ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് വെള്ളം കേട്ടോ, രക്ഷയില്ല. മഴ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ തന്നെ ആവും എല്ലാ ദിവസവും ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോവാം. അവിടെയൊക്കെ ഫുള്ള് റോഡ് ക്ലോസ് ആട്ടോ. അപ്പോൾ ഒക്കെ ആ വഴിക്ക് തിരിച്ചിട്ടൊക്കെയാണ്. ബിലാൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നാൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന് ഫ്ലാഗുകൾ എന്നാണ് കാണിക്കാൻ പറ്റിയത്. എല്ലാ രാജ്യത്തിൻ്റെ ഏകദേശം ഉണ്ട്. അടുത്ത ടാങ്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ കമ്പനിത്തോളം വണ്ടി ഒന്നും ഉള്ളിൽ കയറിയില്ല, ഒക്കെ എയർപോർട്ടിൻ്റെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഇതൊക്കെയാണ് മഴക്കാഴ്ചകൾ. ഇവിടുന്നാണ്ട് പോയാൽ രാവിലെ കണ്ടാൽ തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വ്ളോഗായിട്ടും വീണ്ടും വരാം.